മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നാശം വിതച്ച ഉത്തരകാശിയിൽ രക്ഷാദൌത്യം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയായി വിവിധയിടങ്ങളിൽ നിന്ന് 44 പേരെ കൂടി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് രക്ഷപ്പെടുത്തി. ഹെലികോപ്റ്റർ മാർഗമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. എസ് നന്ദഗോപൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള രക്ഷാദൗത്യം ഈ ഉത്തരകാശിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരകാശിയിൽ മിന്നൽ പ്രളയവും അതുപോലെ തന്നെ മറ്റു പ്രകൃതി ദുരന്തങ്ങളെയും തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടം ആ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു. ആ സ്ഥലത്തേക്ക് സൈന്യവും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളും പാഞ്ഞെത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ രക്ഷാദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, ഇപ്പോഴും ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 44 പേരെ കൂടി രക്ഷപ്പെടുത്തിയെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയൂ നന്ദൻ. ഗൗതം, രക്ഷാപ്രവർത്തനം ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഇന്നലെ വരെ ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ. അതായത് ഉത്തരകാശിയിൽ ഇന്നലെ വരെ അതിശക്തമായ മഴയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കാലാവസ്ഥ അല്പം തെളിഞ്ഞത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ശകലം കൂടി വിഭിന്നമാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. NDRFിൻ്റെയും അതേപോലെ തന്നെ SDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റും സംഘം ഇതിനോടകം ഈ മേഖലയിൽ ദുരന്ത ഭൂമിയിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചു. നിലവിലിപ്പോൾ അവർ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിലവിൽ ഹെലികോപ്റ്റർ മാത്രമാണ് ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ തകർന്ന റോഡ്. നമ്മൾ രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇതായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു കാറിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു സഞ്ചാരപാത താൽക്കാലികമായി പണിയുകയാണ് സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രിഫ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ അത്തരമൊരു താൽക്കാലിക റോഡ് പണിയുകയാണ്. JCB മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ്. അതേസമയം തന്നെ വലിയൊരു അപകടാവസ്ഥ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മണ്ണ് ഏത് സമയം ഇടിയുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ ഇത്തരം പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ റോഡ് വാഹനം, അതായത് മണ്ണുമാന്തി യന്ത്രമടക്കം താഴേക്ക് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ മാറി മഴ പൂർണ്ണമായും നിന്ന് നല്ല വെയിലാണ് ഇപ്പോൾ ഈ ഉത്തരകാശി മേഖലയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി ആണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ റോഡ്, അതായത് ഈ റോഡിൻ്റെ പണി ഏകദേശം ഒരു വാഹനം കടന്നു വരുന്ന രീതിയിൽ ഈ റോഡിൻ്റെ പണി പൂർത്തിയാകുന്ന പക്ഷം അല്പം മുമ്പോട്ട് പോകാൻ സാധിക്കും. അതിനുശേഷം ഒരു പാലം കൂടി അവിടെ തകർന്നു കിടപ്പുണ്ട്. അത് സൈന്യം അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ശരിയായാൽ, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം JCB ഉപയോഗിച്ചുകൊണ്ട് റോഡ് താൽക്കാലികമായൊരു പാത ഇപ്പോൾ ഒരുക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇടിഞ്ഞുപോയ പാതയുടെ മണ്ണും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു താൽക്കാലിക പാത പണിയുന്നത്. ഇതിനുശേഷം ഇതിന് ഏതാണ്ട് 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ അവിടെ ഒരു പാലം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അവിടെ ബെയിലി പാലം അല്പസമയത്തിനകം തന്നെ ഈ റോഡ് അല്പം ശരിയായാൽ ഇതുവഴി വാഹനത്തിൽ ഈ ബെയിലി പാലത്തിനായിട്ടുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ച് ഈ പാലം കൂടി നിർമ്മിച്ച ശേഷം ഇവിടേക്ക് ഈ ധരാലി എന്നുള്ള സ്ഥലത്തേക്ക് ഈ ദുരന്ത മേഖലയിലേക്ക് നേരിട്ട് വാഹന മാർഗം അവിടെ എത്തിച്ചേരാൻ സാധിക്കും. എങ്കിൽ മാത്രമേ പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം സജീവമായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയൂ. നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും ഏതാണ്ട് 35-ലധികം ആൾക്കാരെ, പരിക്ക് പറ്റിയവരെ അവിടെ നിന്നും മാറ്റുകയുണ്ടായി. അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ടവരെ ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടവരെ അവിടേക്കും ഇന്നലെ നീക്കിയിരുന്നു. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കാര്യം ഈ അനുകൂല കാലാവസ്ഥ എത്ര നേരം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും പ്രവചിക്കാൻ കഴിയില്ല. ഈ ഹിമാലയൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശിലൊക്കെ തന്നെ കാലാവസ്ഥ എങ്ങനെയാണ്. പെട്ടെന്ന് വെയിൽ നിൽക്കുന്ന അവസരത്തിൽ ഉടൻ തന്നെ വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഉണ്ടായി. പെട്ടെന്ന് വെയിലായിരുന്നു, അല്പസമയത്തിനകം തന്നെ വലിയ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കാലാവസ്ഥയെ പൂർണ്ണമായും നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇപ്പോൾ ഈ അനുകൂല
കാലാവസ്ഥയിൽ പരമാവധി ഇവാക്യുവേഷൻ നടത്തുകയാണ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ. രജപുത്താർ റൈഫിൾസ് ആണ് ഇവിടെ കർമ്മരംഗത്തുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 200-ലധികം സൈനികരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത്രയും തന്നെ NDRFിൻ്റെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അംഗങ്ങളുണ്ട്. ഒപ്പം ഇതിനു പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സഹായം ഈ മേഖലയിലുണ്ട്. സേവാഭാരതിയും ഇവിടെ കർമ്മനിരതരാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങളും അല്ലെങ്കിൽ അത്തരം ഈ NDRFിൻ്റെ സേനാ അംഗങ്ങളെ അടക്കം അവിടേക്ക് എത്തിച്ചത് ഹെലികോപ്റ്റർ മാർഗമായിരുന്നു. ഈ റോഡ് ശരിയാകുന്നതോടുകൂടി ഉത്തരകാശിയിൽ നിന്നും ധരാലിയിലേക്ക് കിടക്കുന്ന ഹർസിൽ വാലിയിലേക്ക് കിടക്കുന്ന നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡ് ശരിയാകുന്ന പക്ഷം പൂർണ്ണമായും അവിടേക്ക് രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ സജ്ജമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം തന്നെ കാലാവസ്ഥ ഏത് സമയവും മാറി മറിയുവാനുള്ള ഒരു സാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. അതേസമയം ഉത്തരാഖണ്ഡിൻ്റെ പല മേഖലകളിലും അതിശക്തമായ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല മേഖലകളിലും മണ്ണിടിച്ചിൽ ഗുരുതരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ചാർധാം യാത്ര നിലവിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടേക്കുള്ള വഴിയിലും, അതായത് ഈ ഗംഗോത്രി കഴിഞ്ഞുള്ള വഴിയിലും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. സോൻമാർഗിൽ നിന്നുമാണ് ഈ കേദാർനാഥിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കേദാർനാഥ് യാത്ര പൂർണ്ണമായും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാലാവസ്ഥ മെച്ചപ്പെടുകയും ഒപ്പം തന്നെ ഈ റോഡുകൾ നിർമ്മിക്കുകയും ശേഷം വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സൈന്യത്തിൻ്റെ കൂടുതൽ കോളം ഇവിടേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നലെ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഒരു ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. കാര്യം ഇന്നലെ വരെ ഇതായിരുന്നില്ല സാഹചര്യം. ഏതാണ്ട് ഈ ധരാലിയിലെ ഒരു കാഴ്ചകൾ നോക്കുമ്പോൾ ഇരുനില വീടിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായും ചെളിക്കുള്ളിൽ അകപ്പെട്ട ഒരവസ്ഥയാണ്. അതായത് ഒരു 2-3 ആൾ പൊക്കം ചെളി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് തന്നെ രക്ഷാപ്രവർത്തനത്തെ വലിയ ദുഷ്കരമാക്കും. 50ഓളം ആൾക്കാരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 5 മരണങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 50 അധികം ആൾക്കാർ, അതിൽ സൈനികർ അടക്കം ഉൾപ്പെടുന്നു. ഈ 50-ലധികം ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവരൊരു പക്ഷേ ഈ ചെളിയിൽ പൂണ്ടുകിടക്കുകയായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ജീവനോടുള്ള മുഴുവൻ ആൾക്കാരെയും ഇന്ന് ഉച്ചയോടുകൂടി അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാൻ, അവിടെ നിന്നും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം, അതായത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കാൻ കഴിഞ്ഞേനെ. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം അല്പം വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ പരമാവധി രക്ഷാപ്രവർത്തനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഊർജിതമായി നടത്തുക എന്നുള്ളതാണ്. 3 ഹെലികോപ്റ്ററുകൾ ഉത്തരാഖണ്ഡ് സർക്കാർ വാടകയ്ക്കെടുത്ത് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമുണ്ടായ ഉത്തരകാശിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ 44 പേരെ കൂടി സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറ്റി എന്ന വിവരമാണ് ഈ ദുരന്തമുണ്ടായ ഉത്തരകാശിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ദൃശ്യങ്ങളിൽ കാണാം, സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ദുഷ്കരമായ അല്ലെങ്കിൽ തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയുള്ള ആ പ്രദേശത്ത് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. നമ്മുടെ നാട്ടിലിരുന്ന് സൈന്യത്തെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന ആളുകൾ ഇത്തരം കാഴ്ചകൾ കണ്ണു തുറന്ന് കാണണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.